ഏട്ടാ പ്രഭാകര ഏട്ടാ ഭരത ഏട്ടാ നിക്ക് ഏട്ടാ മോനെ ഭരത ഏട്ടാ ഭരത ഏട്ടാ നിക്ക് ഭരത മോനെ ഇങ്ങോട്ട് പോടെ മോനെ നിക്ക് ഏട്ടാ നിക്ക് മോനെ ഭരത പ്രഭാകര ദേ അവൻ ഏട്ടാ നിക്ക് ഭരത നിക്കടാ മോനെ ഭരത ഏട്ടാ നിക്കടാ മോനെ ഏട്ടാ, വേണ്ട. ഭരത ഏട്ടാ വിടന്നെ വിട് ഭരത അമ്മ അരുത് അടിയൊഴുക്കുണ്ട് നിലകിട്ടില്ല. മടുത്ത് ശർമാജി എനിക്ക് ജീവിതം മടുത്തു മോനെ മോനെ ഭരത ഏട്ടാ മോനെ ഭരത മോനെ ഭരത ഭരത അമ്മേ മടങ്ങി വരണം എന്റെ കൂടെ നീ മടങ്ങി വരണം നിർബന്ധിക്കരുത് എൻ്റെ അമ്മ. ഒരിക്കലെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്നവനാണ് ഞാൻ. നാടും വീടും നന്മ നിറഞ്ഞ പലതും ഇനിയൊരു മടക്കയാത്രയില്ല. ഒന്നുകിൽ എന്റെ കൂടെ മടങ്ങി വരിക, അല്ലെങ്കിൽ ഇതിൽ എന്നെ മുക്കി കൊല്ലുക. വലിയ പുണ്യ നദിയല്ലേ. എന്റെ മകന്റെ കൈയുണ്ടാവുമ്പോ എളുപ്പം കിട്ടുമല്ലോ ഈ അമ്മയ്ക്ക് മോക്ഷം. അമ്മേ എന്റെ ഗുരുവായൂരപ്പ, ചിതാഭസ്മായിട്ട് ഭാരതപ്പുഴയിൽ ഒഴുകിപ്പോയ എന്റെ കുട്ടിക്ക് ഒരു പുനർജന്മം കൊടുത്തല്ലോ നീ. അവിടത്തോട് എങ്ങനെയാ ഞാൻ ഈ കടം വീട്ടുക? വേണേച്ച എന്റെ ജീവൻ എടുത്തോളൂ പകരം. അല്ലാണ്ട് ഞാനിപ്പോ എന്താ പറയാ? എവിടെ രുക്മാവതി അമ്മേ ഷാരടി മാഷ്? 1.5 മണിക്കൂറായല്ലോ ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോ നാട് വിട്ടുപോയ ഒരാൾ തിരിച്ചു വന്നതല്ലല്ലോ, മരിച്ചു മണ്ണടിഞ്ഞു പോയ ഒരാൾ മടങ്ങി വന്നതല്ലേ. ഈ ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടാവാത്തൊരു അത്ഭുതം. കിടക്കുക എന്റെ കുട്ടി, നല്ല ക്ഷീണം ഉണ്ടവന്. രാവണിയാരും കൂട്ടരും ഇപ്പൊ പൊയ്ക്കോളൂ, പിന്നീട് സൗകര്യമായിട്ട് വന്ന് കാണാലോ. അതിപ്പോ അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റുമോ രുക്മാവതി അമ്മേ? നാട്ടുകാരെന്ന നിലയ്ക്ക് എന്താ ഉണ്ടായെന്ന് ഞങ്ങൾക്കൊന്നും അറിയണ്ടേ? ഇനിയിപ്പൊ എന്തറിയാനാ കുഞ്ഞീഷ്ണ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അങ്ങട് വിചാരിക്കുക. എന്തായാലും തിരിച്ചു കിട്ടിയില്ലേ നമുക്കവനെ? ക്രിമിനൽ കുറ്റല്ലേ അയാൾ ചെയ്തത്? ആരോടും പറയാതെ നാട് വിട്ടുപോയി. മരിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചിതാഭസ്മം കൊടുത്തയച്ചു. നമ്മളത് ഭാരതപ്പുഴയിൽ ഒഴുക്കി ഏണ്ടെന്ന് ബലിയും നടത്തി. അതെ, എന്നിട്ട് അവന്റെ 16 അടിയന്തരത്തിന് മൃഷ്ടാനം നാക്കി 4 ഏമ്പക്കവും ഇട്ടു. ജോത്സരെ, നിങ്ങൾ ഇങ്ങനെ ക്ഷോഭിച്ചിട്ടൊന്നും കാര്യമില്ല. നാട്ടിലൊരു കാര്യം നടന്ന അതിന്റെ വിത്തും പേരും ചോദിച്ചറിയാനുള്ള അവകാശം നാട്ടുകാർക്കുണ്ട്. നിങ്ങൾ ആരാരാവുന്നേരെ? ഇന്നാട്ടിലെ മൈസ്ട്രേറ്റോ അതോ തുക്കുടി സായുവോ? ഒരരജി പോയാ മതി ഞങ്ങളുടെന്ന്. പിന്നെ മൈസ്രേട്ടും തുക്കടി സായിപ്പും ഒക്കെ വന്നോളൂ ഇവിടെ. വരട്ടോ ഗോപാല, ആരാച്ചാ വരട്ടെ. എന്റെ മരുവന്റെ തല വെട്ടിക്കളയൊന്നുമില്ലല്ലോ അവര്. ഇനി വെട്ടുകാച്ചാ അങ്ങോട്ട് വെട്ടട്ടെ, ഞങ്ങളങ്ങ് സഹിച്ചോളാം അല്ലേ? ഗോവിന്ദ, ഒന്ന് നിർത്തുന്നുണ്ടോ എല്ലാരും? മതി ആ കുട്ടിയെ വിസ്തരിക്കണത്.
ഇനി അവന്റെ പേരിൽ ആരും ഒരു പുകലും ഉണ്ടാക്കണ്ട. ഇഷ്ടമില്ല എനിക്കത്. എന്റെ കുട്ടിയെ, നീ ഇങ്ങനെ ഇതിന്റെ അകത്ത് അടച്ചു പൂട്ടിക്കിടന്നാൽ എങ്ങനെയാ? ആകെ വല്ലാണ്ടായിരിക്കണു നീ. ഞാൻ പറയുന്നതൊന്ന് കേക്കണ്ട കുട്ടിയെ. ഈ മുടിയൊക്കെ വെട്ടി കുളിച്ചു വാ നീയേ. കൃഷ്ണന്റെ അമ്പലം വരെ പോണം നമുക്ക്. ഒരുപാട് വഴിപാടുകൾ നേർന്നിട്ടുണ്ട് മുത്തേ നിന്റെ പേരിൽ അമ്മ. ഞാൻ എങ്ങോട്ടുമില്ല. ആളുകളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് വയ്യ. എല്ലാവരുടെയും മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായി പോയില്ല എന്നൊരു തോന്നല്. കാലദോഷം കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായി. ശ്രീരാമചന്ദ്രൻ കിടന്നില്ലേ കാട്ടില്, അതും 14 വർഷം. അത് അച്ഛൻ്റെ ആജ്ഞ നിറവേറ്റാൻ, അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ. ഞാനോ ചതിക്കല്ലായിരുന്നോ ഞാൻ എല്ലാവരെയും? ഭരതാ, കിടന്നോളൂ കിടന്നോളൂ. കാറൽ മണ്ണ് വരെ ഒന്ന് പോവാ ഗോവിന്ദ മാമ. ഒരു കല്യാണാലോചന ശരിയാക്കിയിട്ടുണ്ട് ഇവക്ക് ഞാൻ. ചൊവ്വാദോഷം എന്ന് പറഞ്ഞ് കുടുങ്ങിക്കിടക്കുകയല്ലേ കുട്ടി ഇവിടെ. നിന്റെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണം ഭരത. ഒക്കെ നേരെ ആയിക്കോളും. നിനക്ക് ഇവളെ മനസ്സിലായിട്ടുണ്ടാവില്ല. പ്രഭാകരന്റെ ഭാര്യയാ. കുറച്ച് ദിവസമായി സുഖമില്ലാഞ്ഞിട്ട് വീട്ടിൽ പോയിരിക്കായിരുന്നു. മോളെ, ദാ ഏട്ടൻ, ഇവിടുത്തെ ഇനിയത്തെ കാരണോര്. ചത്തുപോയ ഒരാളെ ജീവനോട് ആദ്യമായിട്ട് കാണുക ശാരസ്യാര് അല്ലേ? ശാരസ്യാരല്ലാട്ടോ, നല്ല അതല്ല നായരൂട്ടിയാ. പട്ടാമ്പിന്ന് കട്ടോണ്ട് വരായിരുന്നു പ്രഭാരേട്ടൻ. 4-5 കൊല്ലായിട്ട് ലോഹ്യത്തിലായിരുന്നു അത്ര ഇവര് തമ്മില്. പുന്നാരം പറഞ്ഞു നിന്നാലേ എനിക്ക് നേരം പോവും. ഞാൻ പോയിട്ട് വരാം. ഇത് നീ ഋഷികേശിന്ന് കൊണ്ടുവന്ന പറ്റിയല്ലേ? നിറയെ പൊന്നും പെണ്ണും ആവൂതില്ലേ. ആവട്ടെ, പാമയുടെ കല്യാണം കേമായിട്ട് നടത്തണം നമുക്ക്. ഹിമാലയത്തിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ജടയും മുടിയും പോയപ്പോൾ തന്നെ നിനക്കൊരു ഐശ്വര്യം വന്നു. ആട്ടെ, എന്താ നിന്റെ ഭാവി പരിപാടികൾ? ഒന്ന് ശ്രമിച്ചാൽ ആ പഴയ ഉദ്യോഗം തിരിച്ചു കിട്ടില്ല നിനക്ക്. ഒരു ജന്മത്തിൽ തന്നെ എത്ര ജന്മം ജീവിച്ച് തീർത്തു ഗോവിന്ദമാമേ ഞാൻ. മാഷായി, എഴുത്തുകാരനായി, സന്യാസിയായി, ഒടുക്കം വടക്കേ ഇന്ത്യയിൽ എവിടെയോ കിടന്ന് സമാധിയുമായി. ഇനി ഒന്നിനും വയ്യ. ശിഷ്ടകാലം നിങ്ങളുടെയൊക്കെ കാൽച്ചോട്ടിൽ നാരായണനാമവും ജപിച്ച് ഒരു ഉറുമ്പിനെ പോലെ അങ്ങോട്ട് കഴിയുക, അത്ര തന്നെ. അടുത്ത ആഴ്ച അവര് വരും ഭാമയെ കാണാൻ. കൂടെ നിനക്കും എവിടുന്നെങ്കിലും ഒരു ബന്ധം ആലോചിച്ചാലോ മോനെ? ഗോവിന്ദാമ അനുസരിച്ച് അത് നടക്കും. ഞാനെന്താ ജോത്സ്യരോ അതോ കല്യാണ ബ്രോക്കറോ? പട്ടാമ്പിയില് മണക്കുളങ്ങര ശാരത്തൊരു കുട്ടിയുണ്ട്. പഠിപ്പും വിവരവും കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്കൊന്ന് ആലോചിച്ചാലോ അമ്മേ? ഒന്ന് നിർത്തണുണ്ടോ ലക്ഷ്മി? പെണ്ണ് കാണലും പേരെടുക്കലും ഒന്നും വേണ്ട എനിക്ക്. തൽക്കാലം ഭാമയുടെ കല്യാണം നടക്കട്ടെ, മറ്റൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഭരത, ഒടുക്കം നിനക്ക് വേണ്ട ഗതി വരും. പറഞ്ഞില്ലാന്ന് വേണ്ട. നാട്ടുകാരുടെ മുഴുവൻ ജാതകങ്ങൾ കൂട്ടിക്കെട്ടി അവസാനം എന്റെ ജാതകത്തോട് മറ്റൊന്ന് കൂട്ടിക്കെട്ടാൻ മറന്നു ഞാൻ. ഇപ്പൊ നോക്കുമ്പോ എന്റെ ജീവിതം പൂജ്യം, വട്ടപൂജ്യം. ആരുടെ ജീവിത ഗോവിന്ദമാമയെ ധന്യം? കേട്ടിട്ടില്ലേ പൂന്താനം പറഞ്ഞത്? 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി, 10 പന്തിരാണ്ട് ഉണ്ണിയായിട്ടും പോയി എന്ന്. ആകപ്പാടെ നമുക്ക് ദൈവം കനിഞ്ഞനുഗ്രഹിച്ചിരുന്ന 10-60 വയസ്സിനിടയ്ക്ക് നമ്മളൊക്കെ 10 മാസം അമ്മയുടെ ഗർഭപാത്രത്തിലാ. പിറന്നു വീണാ പിന്നെ 10-12 വയസ്സ് വരെ അതാ ഒരു ഉണ്ണി മാങ്ങയുടെ പരുവത്തിലും. 13ാമത്തെ വയസ്സോട്ട് തുടങ്ങാനില്ലേ 7 ശനി, കണ്ടകശനി, കേതുവിന്റെ അപകാരം, രാഹുർ ദശ എന്നൊക്കെ പറഞ്ഞ ഓരോ കാലദോഷങ്ങൾ. 40-40 വയസ്സ് കഴിയും ആ കാലദോഷ കടലൊക്കെ ഒന്ന് നീന്തി കിട്ടാൻ. അപ്പോഴേക്കും തുടങ്ങായി ഷുഗർ, പ്രഷർ, പാൽപിറ്റേഷൻ, കൊളസ്ട്രോള്, ആമവാദം, സന്ധിവാദം എന്നൊക്കെ പറഞ്ഞ ഓരോ ദണ്ണങ്ങള്. ഒടുക്കം മയോകാർഡിയാക് ഇൻഫ്രാക്ഷൻ എന്ന ഓമന പേരിൽ ഒരു ഹാർട്ട് അറ്റാക്കും. ടീം ഒരു ബലൂൺ പൊട്ടിപ്പോണത് പോലെ പൊട്ടിത്തെറിച്ചു പോയില്ലേ. അതോടെ നമ്മുടെയൊക്കെ ജീവിതം. എന്താ പ്രഭാകര? എന്താ രുക്മാവതി അമ്മേ? എന്താ ഗോവിന്ദമാമേ? ആർക്കെങ്കിലും എന്തെങ്കിലും മറുത്തു പറയാനുണ്ടോ?
ഭരത സാർ മന്ത്രി 3 മണിക്ക് എത്തുമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സമയം 2 നമ്മുടെ കഥാപുരുഷനെ കാണുന്നില്ലല്ലോ. വിരിച്ചെടുത്ത് കിടക്കുന്ന സ്വഭാവം പണ്ടേ ആൾക്കില്ലാന്ന് അറിയാലോ കൈമളെ. ഇന്നലെ കണ്ട് ഓർമ്മിപ്പിച്ചതാ. കാത്തു നിൽക്കാൻ സമയമില്ല. മാഷും ഹരീഷും കൂടി എവിടെ നിന്നായാലും അയാളെ പൊക്കിയെടുക്കണം. അല്ലെങ്കിൽ പത്രക്കാരുടെ മുമ്പിൽ മാനം കെടും നമ്മള്. ക്ഷമിക്കണം സാർ, ഇത്ര മാത്രം അങ്ങോട്ട് കൊട്ടിഘോഷിച്ച് ആനയിക്കാൻ ഇയാളെന്താ സർവജ്ഞപീഠം കയറി വന്നേക്കണ ശങ്കരാചാര്യരോ? എന്താ ശങ്കരൻകുട്ടി മാഷ്ക്ക് ഇത്ര സംശയം? പണ്ഡിതനാവാൻ മൂത്ത് മുരടിക്കണമെന്നുണ്ടോ? അസൂയപ്പെട്ട് മൂർധാവിലെ മുടി നരപ്പിക്കണ നേരം കൊണ്ട് ആ സ്റ്റേജിനടുത്തേക്ക് ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കും മാഷെ. ആ ഭരതപിഷാരടി മാഷി ഇങ്ങോട്ടെങ്ങനെ വന്നോ കേശവ? ഇന്നലെ കുറച്ച് പുസ്തകം എടുത്ത് എന്തൊക്കെ റെഫർ ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് പോയതാ, പിന്നെ കണ്ടിട്ടില്ല. ഇനി അയാളെ ഏത് പാതാള ലോകത്താ തിരയേന്റെ ഈശ്വര? മറ്റെവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി ഇപ്പൊ അവിടെ തന്നെ ഉണ്ടാവും മാഷ്. ആരാ എന്റെ ഈശ്വര ഈ വരണ? വരിക ഉള്ള സൗകര്യത്തിൽ അങ്ങോട്ട് ഇരിക്കുക. എന്നാ കുടിക്കാൻ ഇത്തിരി സംഭാരം തരാൻ പറയുക അകത്തുള്ള ആളോട്. എന്റെ മാഷേ, നിങ്ങൾ ഈ കാട്ടുപന്തേരി വന്നിട്ട് ഒറ്റയ്ക്ക് എന്തെടുക്കുക? ഇത്തിരി സ്വൈരായിട്ടിരുന്ന് എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യാ. ഈ റിസർച്ച് ചെയ്യാന്നൊക്കെ പറയണത് AC മുറി തന്നെ വേണമെന്നില്ലല്ലോ മാധവനുണ്ണി മാഷേ. ഇവിടെ ആവുമ്പോ കിളികളുടെ പാട്ടുണ്ട്, കാറ്റിന്റെ നല്ല തലോടലുണ്ട്, ഇടയ്ക്കൊക്കെ ചില മൂർഖം പാമ്പ് എഴഞ്ഞു വന്നൊന്ന് വിരട്ടിന്ന് വരും. അതൊരു രസാ. ഇതപ്പൊ നന്നായേ. ക്യാമ്പസിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ അതിലെ ചീഫ് ഗസ്റ്റ് കാട്ടി വന്ന് തവരിക്കുക. ഏത് ഫംഗ്ഷനെ കുറിച്ചാണാവോ പറയണത്? പണ്ഡിത രാജപട്ടം കിട്ടിയതിന്റെ പേരിൽ യൂണിവേഴ്സിറ്റി മാഷെ സ്വീകരിക്കുകയല്ലേ? മറന്നോ മാഷെ? അയ്യേ, ഇങ്ങനെ ഒരു കെട്ടിക്കാഴ്ചയുടെ വല്ല കാര്യമുണ്ടോ മാധവനുണ്ണി മാഷേ? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അതൊന്നും ഷാരടി മാഷല്ല തീരുമാനിക്കേണ്ടേ, ഞങ്ങളാ. ഇങ്ങോട്ട് കേറുക മാഷ് കാറിലേക്ക്. കേറിയില്ല അച്ഛാ, ഞങ്ങള് മാഷെ പൊക്കിയെടുത്ത് വണ്ടിയിലിടും. ശങ്കര ദർശനത്തെക്കുറിച്ച് ഇത്രയും അവഗാഹമുള്ള മറ്റൊരാളെ ഇതുവരെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ഇത്രയും ചെറുപ്രായത്തിൽ ആഴമേറിയ ഈ വിഷയത്തെക്കുറിച്ച് 5-6 പുസ്തകങ്ങൾ എഴുതുക, അവയിൽ മിക്കതും പുരസ്കാരത്തിന് അർഹമാവുക, സത്യം പറഞ്ഞാൽ ഈ സ്ഥാപനത്തിന്റെ മാത്രമല്ല നമ്മുടെ സംസ്കാരത്തിന്റെയും കൂടി അഭിമാനമാണ് പ്രൊഫസർ പിഷാരടി മാഷ്. ഭാരതീയ സംസ്കൃതിയുടെ ഭണ്ഡാകാരത്തിൽ നിന്നും കണ്ടെടുത്ത ഈ കോഹിന്നൂർ ഒന്ന് നിർത്ത. ക്ഷമിക്ക, ഒരു നിമിഷത്തേക്ക് ആ മൈക്കിങ് ഇട്ട് തരാം. ഗുരുജനങ്ങളെ, ബഹുമാനപ്പെട്ട മന്ത്രി പറയണത്ര വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങളുടെയൊക്കെ അനുഗ്രഹാശിസുകളുടെ വെളിച്ചത്തിൽ അണ്ണാറക്കണ്ണനായ ഞാൻ തന്നാലാവുന്ന ചിലതൊക്കെ ചെയ്തു. നമ്മുടെ ശങ്കരൻകുട്ടി മാഷ് പറയണ പോലെ അതത്ര കൊട്ടിഘോഷിക്കാനുള്ള കാര്യമൊന്നുമല്ല. ഏതായാലും നിങ്ങൾ ഈ കാണിച്ച കാരുണ്യത്തിന്, സ്നേഹത്തിന് നന്ദി. ഞാൻ പോണു, എനിക്ക് ഇത്തിരി ജോലിയുണ്ട്.